ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിലെ മാതൃകാ വീടിനെ കുറിച്ചാണ്. രാജ്യത്തെ തന്നെ നടുക്കിയ ഏറ്റവും വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം. അതിജീവനത്തിന്റെ ഒരാണ്ട് തികയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് പുനരധിവാസത്തെ പറ്റിയാണ്. സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകളിൽ 1662 പേർക്കാണ് തണലൊരുങ്ങുന്നത്. മാർച്ച് 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട് 5 മാസം കഴിയുമ്പോൾ മാതൃകാ വീടിന്റെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ടൗൺഷിപ്പിൽ നിർമ്മിച്ച മാതൃകാ വീടിന്റെ നിർമ്മാണ ചെലവിനെ ചൊല്ലി വിവാദങ്ങളാണ് കടുക്കുന്നത്. മാതൃകാ വീടിന് 30 ലക്ഷം രൂപ ചെലവ് വരില്ലെന്നും നിർമ്മാണത്തിന് ചുമതലപ്പെടുത്തിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. 253 കോടി രൂപയ്ക്കാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ നിർമ്മാണം പൂർത്തിയായ മാതൃകാ വീടിന് ടാക്സ് ഉൾപ്പെടെ 30 ലക്ഷം രൂപ ചെലവ് വരുമെന്നും ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് വീട് നിർമ്മിക്കുന്നത് എന്നുമാണ് ഊരാളുങ്കലിന്റെ മറുപടി. ഇനി ഈ മാതൃകാ വീടിന്റെ പ്രത്യേകതകൾ അറിഞ്ഞാലോ? അനവധി സവിശേഷതകളോടെ ഉറപ്പും ബലവും ഗുണമേന്മയും ഈടും ഉറപ്പാക്കിയാണ് പുനരധിവാസ ടൗൺഷിപ്പിലെ ഓരോ വീടും നിർമ്മിക്കുന്നതെന്നും ബ്രാൻഡഡ് കമ്പനികളുടെ വാറന്റിയുള്ള സാധന സാമഗ്രികളാണ് ഉപയോഗിക്കുന്നതെന്നുമാണ് ഇവർ പറയുന്നത്. നിർമ്മാണം പൂർത്തിയായ മാതൃകാ വീടിന്റെ സവിശേഷതകളിൽ പ്രധാനം ബലവത്തും ഈടുനിൽക്കുന്നതുമായ RCC ഫ്രെയിം ചെയ്ത ഘടനയാണ്. 9 RCC ഫൗണ്ടേഷനുകൾ, ഭൂകമ്പ പ്രതിരോധത്തിനുള്ള ഷിയർ ഭിത്തികൾ, പ്ലീത്ത് ബീം, റൂഫ് ബീം, ലിന്റലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിൽ പണിതീരുന്ന വീടിന് ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയത്. കിടപ്പുമുറി, 2 മുറികൾ, സിറ്റ് ഔട്ട്, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവയാണ് മാതൃകാ വീട്ടിൽ പൂർത്തിയായത്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.